Good morning, everyone. Last class we had discussed about independence of an event, and we had said that two events are independent if their intersection probability is product of their probabilities. That is, if P, P A intersection probability of A intersection B was nothing but probability of A into probability of B. So it was in the case of what we say as independence of the event A and B. So today we will be discussing something on Bayes theorem. Bayes theorem. So let's see what is Bayes theorem, and we will see something more on Bayes theorems. ശരിക്കും ഞാൻ ഈ ക്ലാസ് ഓഫ്ലൈൻ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ റെഡിയായിരുന്നു ഓഫ്ലൈനായിട്ട് എടുക്കാൻ. പക്ഷേ നിങ്ങൾ വളരെ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞ് തന്നെ ഇപ്പം കാണുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, മുന്നേ പഠിക്കാത്ത സാധനങ്ങളൊക്കെ ചെയ്യാണ്ട് ചുമ്മാ വന്നിട്ട് ബേസ് തിയറത്തിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കാത്തത്. ഇല്ലെങ്കിൽ എന്തായാലും ഓൺലൈനായിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ് എടുത്തേനെ. ഇതിപ്പം പ്രീ റെക്കോർഡഡായിട്ട് തന്നെ ക്ലാസ് എടുക്കേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ്. സോ വി സേ ദാറ്റ് ബേസ് ഇയർ നമുക്കിനി തുടങ്ങാം. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തതെന്ന് മാത്രമേ പറയാൻ ഉള്ളൂ. എൻ്റെ കുഴപ്പമില്ല. ഇഫ് B1, B2, etc., Bn, Bn mutually exclusive events with probability of Bi not equal to 0, where I equal to 1, 2, etc. up to n. Then for any event A which is the subset of intersection union Bi such that probability of A not equal to 0, then probability of Bi given A equal to probability of Bi into probability of A given Bi divided by summation probability of Bi into probability of A given Bi, I equal to 1 to n. ഇങ്ങനെയാണ് ബേസ് തിയറം പറയുന്നത്. ബേസ് തിയറത്തിൽ നമുക്ക് ഒരു പ്രയർ നോളജ് ഉണ്ടാവും. ഒരു ഈവൻറ്റിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവും. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇത് പറയുന്നതിന് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസാണ്. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് എന്താണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക, എന്താണ് സംഭവം, എന്താണ് ബേസ് തിയറം എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബോക്സിൽ 3 കളറിലെ ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. 3 റെഡ്, 5 ബ്ലാക്ക് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. 4 വൈറ്റ് ബോളുകളുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഒരു ബോൾ എടുക്കുന്നു. അതാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. എൻ്റെ ഒരു ബോൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബോൾ എടുക്കുന്നു. ഇതിൽ 3 റെഡും 2 വൈറ്റും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ 5 ബ്ലാക്കും 2 വൈറ്റും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ 6 വൈറ്റും 2 റെഡും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ബാഗിൽ 3 റെഡും 2 വൈറ്റും ഉണ്ട്. രണ്ടാമത്തേൽ 5 ബ്ലാക്കും 2 വൈറ്റും ഉണ്ട്. മൂന്നാമത്തെ ബാഗിൽ 6 വൈറ്റും 2 റെഡും ഉണ്ടെന്ന് വിചാരിക്കാം.
ഞാനൊരു ബോൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, എൻ്റെ എക്സ്പെരിമെൻ്റാണ് ഒരു ബോൾ എടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബോൾ എടുത്തു കഴിഞ്ഞു. ബോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കളറ് നോക്കിയപ്പോൾ അതിൻ്റെ കളറ് റെഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ റെഡാണെങ്കിൽ അത് ഞാൻ ഫസ്റ്റ് പാക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള സാധ്യതയെ പറ്റി പഠിക്കുന്നു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസ് തിയറത്തിൽ പറയുന്നത്. പ്രയർ പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, മുന്നേ ഇല്ല പ്രോബബിലിറ്റി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു സംഭവം ചെയ്തു, അതിന് ശേഷം അതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രോബബിലിറ്റിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസ് തിയറത്തിൽ നോക്കുന്നത്. ഇത്ര പോരെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ. ഇതാണ് ഫോർമുല ബേസ് തിയറത്തിൻ്റെ. നമ്മൾ പ്രോബ്ലം ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. ബേസ് തിയറത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് പ്രോബ്ലത്തിലൂടെ ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോരോ പ്രോബ്ലം എടുത്തിട്ട് മെല്ലനെ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്കെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ bolt manufacturing company there are three machines. The machines produces 25%, 35% and 40% of the total products. A bolt is drawn at random and found to be defective. It is believed that machine produces 5%, 4% and 2% respectively the defective bolts. What is the probability that the defective bolt is manufactured in machine C? ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കാം. In a bolt manufacturing company, there are three machines. The machine produces 25%, 35% and 40% of the total products. A bolt is drawn at random and found to be defective. If it is believed that the machine produces 5%, 4% and 2% respectively the defective bolts, what is the probability that defective bolt is manufactured in machine C? ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രിയിൽ 3 മെഷീൻസ് ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 3 മെഷീൻസ് ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 മെഷീൻസ് ഉണ്ട്.
ആദ്യത്തെ മിഷൻ ഇപ്പം 100 യൂണിറ്റ് ആ കമ്പനി അടിക്കുന്നുണ്ടെങ്കിൽ 25 യൂണിറ്റാണ് എന്ത് മിഷൻ എ അടിക്കുന്നത്. 35 യൂണിറ്റാണ് മിഷൻ ബി അടിക്കുന്നത്. 40 യൂണിറ്റാണ് മിഷൻ സി അടിക്കുന്നത്. ടോട്ടൽ എത്രയായി? അപ്പോൾ എത്രയായി? 35ഉം 25ഉം 45 55 60 60 40 100% ഒരു കമ്പനിയിൽ 100 ബോൾട്ട് അടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 25 ബോൾട്ട് മിഷൻ എയും 35 ബോൾട്ട് മിഷൻ ബിയും 40 ബോൾട്ട് മിഷൻ സിയും ആണ് അടിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ബോൾട്ട് നമ്മൾ വാങ്ങി. ഒരു ബോൾട്ട് നമ്മൾ വാങ്ങി. ആ ബോൾട്ട് നോക്കുമ്പോൾ എന്തായിരുന്നു? അത് ഡിഫക്റ്റീവായിരുന്നു. അപ്പോൾ ഈ മിഷൻസ് എന്തായാലും എന്ത് ചെയ്യും? ഇടയ്ക്ക് ഡിഫക്റ്റീവ് സാധനങ്ങൾ അടിക്കും. അപ്പോൾ എ ഡിഫക്റ്റീവ് അടിക്കാനുള്ള സാധ്യത 5%, ബി ഡിഫക്റ്റീവ് അടിക്കാനുള്ള സാധ്യത 4%, സി ഡിഫക്റ്റീവ് അടിക്കാനുള്ള സാധ്യത 2%. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ വാങ്ങിയത് ഒരു ബോൾട്ട് നമ്മൾ വാങ്ങി. ആ വാങ്ങിയ ബോൾട്ട് എന്താണെന്നാണ് ചോദിച്ചത്? സി എന്ന് പറഞ്ഞ മിഷൻ അടിച്ചതാവാൻ എന്താണ് സാധ്യത എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതായത് നമ്മൾ വാങ്ങിച്ച ആ ഒരു ബോൾട്ട് മാനുഫാക്ചർ ചെയ്തത് ഈ 2%-ൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിലാവാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു സംഭവം എന്താണ് ചോദ്യം എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെയാണ് നമ്മളെ BI എന്താണ്, A എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. A എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആണെന്ന് വിചാരിക്കാം. ഡിഫക്റ്റീവ് ബോൾസ് കിട്ടുന്നതാണ് A ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുക. കാരണം എന്താണ്? നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? ഇവിടെ എന്താ നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ BI ഗിവൺ A, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് ഇൻ സി ഗിവൺ ഇറ്റ് ഈസ് എ ഡിഫക്റ്റീവ് ബോൾട്ട്, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ മെഷീൻ സി ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിഫക്റ്റീവ് ബോൾട്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് തന്നെ നമ്മൾ A ഡിഫക്റ്റീവ് ബോൾട്ട്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. B1 എന്ത് ഡിഫൈൻ ചെയ്യും? നമ്മൾ ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ A. B2 എന്ത് ഡിഫൈൻ ചെയ്യും? ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ B. B3 നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യും? ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ C. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. A എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൈൻ ചെയ്തു, ഡിഫക്റ്റീവ് ബോൾസ് ആണ്. B1 എന്ന് പറഞ്ഞാൽ ബോൾസ് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ A. B2 എന്ന് പറഞ്ഞാൽ ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ B. B3 എന്ന് പറഞ്ഞാൽ ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ C. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം വേണ്ടേ? പ്രോബിലിറ്റി ഓഫ് B1 എന്ത് കിട്ടും? പ്രോബിലിറ്റി ഓഫ് B1 ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് ബോൾട്ട് ഈസ് എന്താണ്? B1 എന്ന് പറഞ്ഞാൽ എന്താ? ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ A. ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ A. അതെന്താണ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. എത്ര ശതമാനമാണ്? 100ൻ്റെ 25% എന്ത് കിട്ടുന്നത്? A എന്ന് പറഞ്ഞ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി 25/100 അല്ലെങ്കിൽ 1/4. ഓക്കെ, 25/100 ഓർ 1/4. B2 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ബോൾട്ട് ഈസ്
manufactured മെഷീൻ ബി. മെഷീൻ ബി അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ശതമാനമാണ് കിട്ടുന്നത്? 35 അല്ലേ? 35/100 B2 എന്ന് കിട്ടുക. 35/100 0.35 എന്നാ അങ്ങനെ എന്തെങ്കിലും എഴുതിക്കോ. അടുത്തത് പ്രോബിലിറ്റി ഓഫ് B3 എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് ബോൾട്ട് ഈസ് മാനുഫാക്ചേർഡ് ഇൻ മെഷീൻ സി. ഇങ്ങനെയല്ലേ വരുന്നത്? അതെന്താ വരിക? 40/100 അല്ലേ? 4/10 = എത്ര വരിക? 2/5 ഇങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം ബേസ് തിയറത്തിൽ? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ. അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 കണ്ടുപിടിക്കണം, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 കണ്ടുപിടിക്കണം, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3. ഇതെന്താ ചോദിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് എ ഗിവൺ ബി ഐ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫക്റ്റീവ് ബോൾട്ട്സ്. B1 എന്ന് പറഞ്ഞാൽ ബോൾട്ട് ഈസ് മാനുഫാക്ചർഡ് ഇൻ മെഷീൻ എ. അപ്പോൾ എ ഗിവൺ ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് വി ഗെറ്റ് എ ഡിഫക്റ്റീവ് bolt and it is manufactured in machine A. അതെത്രയാണ്? എന്തായാലും നമുക്കൊരു ഡിഫക്റ്റീവ് ബോൾട്ട് കിട്ടി. അത് എ മാനുഫാക്ചർ ചെയ്യാൻ സാധ്യത എന്താണ്? 5%. സോ ഇറ്റ് ബിക്കം 5/100. ഓക്കെ, ഇറ്റ് ഈസ് 1/20. ഇങ്ങനെ വരിക. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ത് കിട്ടി? പ്രോബിലിറ്റി ദാറ്റ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ബോൾട്ട് ഫ്രം മെഷീൻ ബി. എത്ര സാധ്യത? നമ്മൾ ഈ ഡയഗ്രാം നോക്കിയാൽ മതി. 5%, 4% അല്ലേ? 4% ഡിഫക്റ്റീവായിട്ട് ഇന്ന് കിട്ടാം. 4/100. ശതമാനം എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, അപ്പം 4/100 എന്നായാലും എന്തായി? 1/25. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B3. പ്രോബിലിറ്റി ദാറ്റ് ഗെറ്റിംഗ് a defective bolt from machine C. അതെന്തായി? എന്താ കിട്ടുക? 2% അല്ലേ? 2. അപ്പോൾ 2/100 ഇതെന്തായി മാറി? 1/50 ആയി മാറി. ഇനി ബൈ ബേസ് തിയറം എന്താണ്? പ്രോബിലിറ്റി ഓഫ് എന്താണ് ബേസ് തിയറം എന്താണ് പറയണേ? പ്രോബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ. BI given A equal to probability of BI into probability of A given BI divided by summation probability of BI into A given BI. ഇങ്ങനെയാണ് വരിക. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഹിയർ പ്രോബിലിറ്റി ഓഫ് BI given A എന്ന് പറഞ്ഞാൽ എന്താ? probability that we get a bolt from അല്ലെങ്കിൽ we get a bolt അല്ലെങ്കിൽ getting a bolt എന്ന് പറഞ്ഞാൽ getting a bolt
from machine C and is found to be defective. ഈ പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഈ പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. ഇതെന്ത് വരും അപ്പോൾ? സോ പ്രോബിലിറ്റി ഓഫ് BI ഗിവൺ എ അല്ല B3 ഗിവൺ എ അല്ലേ? B3 ഗിവൺ എ ആ ചോദിച്ചത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3 ഡിവൈഡഡ് ബൈ സമ്മേഷൻ I പ്രോബിലിറ്റി ഓഫ് BI ഗിവൺ പ്രോബിലിറ്റി ഓഫ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ BI. ഇതെന്താണ് വരിക? പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2. സമ്മേഷൻ അല്ലേ? സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ ഐക്ക് ഇത് ചെയ്ത് നോക്കുക. പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3. ഇതിനാണ് ഞാൻ സമ്മേഷൻ എന്ന് ഉദ്ദേശിച്ചത്. സോ ഇറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് B3 എന്താണ്? 40/100 അല്ലേ? ഇത് നമുക്ക് എഴുതാം 40/100 തന്നെ എഴുതിക്കോ. ഇൻറ്റു 2/100 ഡിവൈഡ് ബൈ 25/100 ഇൻറ്റു 5/100 പ്ലസ് 35/100 ഇൻറ്റു 4/100 പ്ലസ് 40/100 ഇൻറ്റു 2/100. ഇതെന്ത് കിട്ടും? 4 2s are 8. 80 ഡിവൈഡഡ് ബൈ 125 പ്ലസ് 140 പ്ലസ് ഇത് 10,000 താഴെയും 10,000 ഡിനോമിനേറ്റർ കട്ടായി പോട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്റ്റെപ്പ് എഴുതാത്തത്. നിങ്ങൾ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതിക്കോ. 35 for 140, 4 2s are 8, 80 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ 345. 80 ഡിവൈഡഡ് ബൈ 345. ഇങ്ങനെയാണ് നമ്മളൊരു ബേസ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യുക. ഒന്ന് രണ്ട് ചോദ്യം കൂടി നമുക്ക് ചെയ്യാം, എന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു, എന്തെല്ലാമാണ് അതിലുള്ളത് എന്ന് എഴുതി. B1 B2 B3 ഡിഫൈൻ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീൻ്റെ മീനിങ്സ് എന്തെല്ലാമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ബേസ് തിയറം വെച്ചിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്തു? സോൾവ് ചെയ്തിട്ടെടുത്തു. ഇത്ര പോര കാര്യം നമ്മളിപ്പോൾ ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും ക്ലിയർ ആവും. There are 30% of boys and 70% of girls in a class. A student is selected and found to be science student. Among the boys 35% and among the girls 40% are science students. What is the probability
that the selected science student is a boy. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? There are 30% boys and 70% girls in a class. A student is selected and found to be science student. Among the boys, 35% and among the girls, 40% are science students. What is the probability that selected student is a boy? നമുക്കിൻ്റെ ഒരു പിക്ചർ വരക്കാം ആദ്യം. ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ എന്തുണ്ട്? 30% മെയിലും 70% ഫീമെയിലും ഉണ്ട്. ഇതിൽ 35% ആൾക്കാരെന്താണ്? സയൻസ് സ്റ്റുഡൻസും ഇതിൽ 40% പേര് സയൻസ് സ്റ്റുഡൻസുമാണ് ഫീമെയിലിൽ. ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് B1 B2 എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് കിട്ടും. ഇവിടെ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് സയൻസ് സ്റ്റുഡൻറ്റ് ഈസ് എ ബോയ് എന്നാണ് ചോദിക്കുന്നത്. സെലക്റ്റഡ് സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നടന്നു കഴിഞ്ഞു. അപ്പോൾ എ സയൻസ് സെലക്റ്റഡ് സയൻസ് സ്റ്റുഡൻ്റ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് ഈസ് എ സയൻസ് സ്റ്റുഡൻറ്റ്. B1 എന്ന് പറഞ്ഞാൽ എന്ത് ഡിഫൈൻ ചെയ്യും? ഇതിൽ തന്നെ കിട്ടും ഈ A1 എന്നുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡിഫക്റ്റീവ് ബോൾട്ട് ഈസ് മാനുഫാക്ചർഡ് ഇൻ മിഷൻ സി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡിഫക്റ്റീവ് ബോൾട്ട്, ആദ്യം കാണുന്ന വാക്ക് നോക്കുക, ഡിഫക്റ്റീവ് ബോൾട്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്ത്? ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ബോൾട്ട്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ തന്നെ സാധനമുണ്ട്. ഈസ് എ ബോയ് എന്നാണ് ചോദിച്ചത്. അപ്പം B1 എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് ഈസ് എ ബോയ്. B2 എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് ഈസ് എ ഗേൾ. ക്ലിയർ അല്ലേ സംഭവം? ക്വസ്റ്റ്യൻ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് സയൻസ് സ്റ്റുഡൻസ്, ആദ്യം അത് സെലക്ട് ചെയ്തു. പിന്നെ B1 B2 മാത്രമേ ഉള്ളൂ. ബോയ് ആണോ ഗേൾ ആണോന്നേ ഉള്ളൂ. അതാണ് നമ്മൾ B1 B2 ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിലെന്ത് പറയാം നമുക്ക്? ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് B1 കിട്ടാൻ, പ്രോബിലിറ്റി ദാറ്റ് സെലക്ടിങ് എ ബോയ് അല്ലേ? സെലക്ടിങ് എ ബോയ് എത്രയാണ്? സെലക്ടിങ് എ ബോയിൻ്റെ സാധ്യത എത്രയാണ്? 30ഉം 70ഉം ആണ്. എന്നാൽ 30% മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 30/100. Probability of B2 equal to probability of selecting a girl. ഗേൾസ് എത്രയുണ്ട്? 70%. സോ ഇറ്റ് ഈസ് 70/100. ഇനി എ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തത് ഇറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? A given BI ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. പ്രോബിലിറ്റി ദാറ്റ് A given BI, അതിൻ്റെ മീനിങ് ആണ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ സയൻസ് സ്റ്റുഡൻറ്റ് സെലക്ടിങ് എ സയൻസ് സ്റ്റുഡൻറ്റ് ഇറ്റ് ഈസ് സെലക്ടിങ് എ സയൻസ് സ്റ്റുഡൻറ്റ് given a boy is selected. അതെന്താണ്? ബോയ്സ് 35% ചാൻസ്. സോ ഇറ്റ് ഈസ് 35/100. അടുത്ത എന്താണ്? പ്രോബിലിറ്റി ഓഫ് A given B2. അതെന്താണ് വരിക? പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ സയൻസ് സ്റ്റുഡൻറ്റ് given a girl is selected. Okay, given a girl is selected. ക്ലിയർ അല്ലേ സംഭവം? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത് നമ്മളോട്? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? B1 given A ആണ് ചോദിച്ചത്. എന്താണ് B1 given A? ഇറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എന്താണ്? ഇറ്റ്സ് പ്രോബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് സയൻസ് സ്റ്റുഡൻറ്റ് ഈസ് എ ബോയ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്
selected science student is a boy. What is the probability that selected science student is a boy? So ഇതെന്താണ്? So it is nothing but probability of എന്താണ് B1 given A equal to probability of B1 into probability of A given B1 divided by summation probability of B1 to probability of A given B1. ഇത് I ആണ്. So it is nothing but probability of B1 into probability of A given B1 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2. ഇങ്ങനെ വരും. ഇതെന്താണ് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മൾ എഴുതുമ്പം എന്തെഴുതാൻ പറ്റും? 30/100 into 30/100 into 35/100 divided by 30/100 into 35/100 plus 70/100 into 40/100 ഇതാണ് വരിക. സോ ഇറ്റ് ഈസ് 1050 divided by 3850. So it is 105 divided by 385. പിന്നെയും കുറക്കാം കേട്ടോ, പിന്നെയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സീരിയസ് ആയിട്ട് നോക്കാം എങ്ങനെ ചെയ്തേന്ന്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഏൺ എന്ന് പറഞ്ഞൊരു ബാഗ് തന്നെയാണ് ഏൺ എന്ന് വിളിക്കുക. ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ collection of 3 urns of which in first urn contains one white and two black balls. Second urn contains two white and one black ball. Third urn contains two white and two black balls. A ball is selected at random. What is the probability that selected white ball is from urn 2?
ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ എല്ലാവരും. An urn is selected at a random from a collection of 3 urns, of which first urn contains 1 white and 2 black balls. Second urn contains 2 white and 1 black ball, and third urn contains 2 white and 2 black balls. Ball is selected at random. What is the probability that selected white ball is from urn 2? നമുക്കിങ്ങനെ പിക്ചോറിക്കലി എഴുതാം. 3 ബാഗ് ഉണ്ട് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3 ഏൺ ഉണ്ട് എന്ന് വിചാരിക്കാം. ആദ്യത്തേൽ എത്രയുണ്ട്? 2 ബ്ലാക്കും 1 വൈറ്റും ഉണ്ട്. രണ്ടാമത്തേൽ 1 ബ്ലാക്കും 2 വൈറ്റും ഉണ്ട്. മൂന്നാമത്തേൽ 2 ബ്ലാക്കും 2 വൈറ്റും ഉണ്ട്. ഇതിൽ നിന്ന് എന്താ ചെയ്തത്? 1 വൈറ്റ് ബോൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 3 ഏൺ സെലക്ട് ചെയ്യാനുള്ള ഈക്വൽ പ്രോബബിലിറ്റിയാണ്. അതായത് സെലക്ടിങ് ഓഫ് ദിസ് ഈസ് ഏൺ 1 ഈസ് 1/3, ഏൺ 2 ഈസ് 1/3, ഏൺ 3 ഈസ് 1/3. ഇങ്ങനത്തെ കേസിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ സംഭവം? നമുക്കന്നേരം നോക്കാം. സോ ഐ ഡിഫൈൻ മൈ എ ആസ്, ക്വസ്റ്റ്യൻ തന്നെ നോക്കാം, ഒന്നും വേണ്ട. എ ബോൾ ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് വൈറ്റ് ബോൾ? അന്നേരം എന്താണ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഇറ്റ് ഈസ് സെലക്ടിങ് എ വൈറ്റ് ബോൾ. A white ball is selected. 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 Ball is drawn from urn 1. B2 എന്ന് പറഞ്ഞാൽ ball is drawn from urn 2. B3 എന്ന് പറഞ്ഞാൽ ball is drawn from urn 3. ക്ലിയർ അല്ലേ? ഇനി പ്രോബിലിറ്റി ഓഫ് B1 എന്താണ്? ബോൾ ഇസ് ഡ്രോൺ ഫ്രം urn 1 ഞാൻ പറഞ്ഞു 1/3. പ്രോബിലിറ്റി ഓഫ് B2 എന്താണ്? 1/3. പ്രോബിലിറ്റി ഓഫ് B3 എന്താണ്? ഈക്വൽ പ്രോബിലിറ്റിയാണ് 1/3. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് സെലക്റ്റഡ് വൈറ്റ് ബോൾ ഈസ് ഫ്രം urn 1. Selected white ball is a white ball is selected. Find the probability that white ball is selected from urn 1. അത് നമ്മളെങ്ങനെ നോക്കുക? പിക്ചർ നോക്കുക. 3 ഇല്ലേ, അപ്പോൾ 1 വൈറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 1/3. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2. വൈറ്റ് ബോൾ സെലക്ട് ചെയ്തു, അത് B2 എന്നാവാനുള്ള ചാൻസ് 3 ഉള്ളൂ, പക്ഷെ 2 ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് 2/3. പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3 എന്താണ്? ഇവിടെ 2 + 2 4 ഉണ്ട്. അപ്പോൾ എന്താണ്? 4 നിന്ന് 2 സെലക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 2/4 ഓർ 1/2. ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ഈ പ്രോബിലിറ്റി എഴുതേണ്ടതെന്ന്? അങ്ങനെയാണെങ്കിൽ ബൈ ബേസ് തിയറം പ്രോബിലിറ്റി ഓഫ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എന്താണ്? BI അല്ലെങ്കിൽ B2 ഗിവൺ A ഈക്വൽ ടു probability of B2 into probability of A by B2 divided by summation probability of BI into probability of A given BI. So
So it is probability of B2 into probability of A given B2 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus probability of B3 into probability of A given B3. ഇങ്ങനെ വരിക. അപ്പോൾ ഇതെന്താണ് 1/3 ഇൻറ്റു A given B2 എന്താണ് A given B2 2/3 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു എന്ത് കിട്ടി 1/3 ഇൻറ്റു 1/3 പ്ലസ് എന്താണ് 1/3 ഇൻറ്റു 2/3 പ്ലസ് 1/3 ഇൻറ്റു 1/2 ഇതെന്ത് കിട്ടും 2/3 ഡിവൈഡഡ് ബൈ 1/3 പ്ലസ് 2/3 പ്ലസ് 1/2 അല്ലേ 3/3 1 ആണ്. അപ്പോൾ 2/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/2. ഇപ്പോൾ 2/3 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 3 3/2 അല്ലേ ഈക്വൽ ടു 4/9 വരും. ഉത്തരം 4/9 ഉത്തരം വരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് മതിയാക്കാം. A bag contains 3 coins of which one coin is two-headed and other coins are normal. A coin is selected at random and tossed 4 times. If head turns up each time, what is the probability that 4 heads are obtained by tossing first coin? ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചേ. എ ബാഗ് കണ്ടെയ്ൻസ് 3 coins of which one coin is two-headed and other coins are normal. A coin is selected at random and tossed 4 times. If head turns up each time, what is the probability that 4 headed are obtained by tossing first coin? ഇതാണ് ചോദ്യം. നമുക്കിതിനൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അതായത് 3 കോയിൻസ് ഉണ്ട്. 1 2 3 1 2 3. ഫസ്റ്റ് കോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഹെഡഡ് ആണ്. അതായത് 2 ഫേസും ഹെഡും ടെയിലും ഇല്ല,
ഒരു കോയിന് എന്തുണ്ടാവും, പൊതുവേ ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും. പക്ഷേ ഈ കോയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോയിൻ എന്താണ്, 2 ഹെഡാണ്. അപ്പോൾ ഇതിന് ഹെഡ് കിട്ടാനില്ല പ്രോബബിലിറ്റി എന്താണ്, 1 ആണ്. ഷുവർ പ്രോബബിലിറ്റിയാണ്. കാരണം 2 തലയും എന്താണ്, 2 സൈഡും ഇതിൻ്റെ എന്താണ്, ഹെഡാണ്. നേരെ മറിച്ച് മറ്റ് 2 കോയിൻസും എന്താണ്, നോർമൽ കോയിൻസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്തായിരിക്കും, 1/2 ആയിരിക്കും. ഇതിൻ്റെ ഗെറ്റിംഗ് പ്രോബബിലിറ്റി ഹെഡ് എന്തായിരിക്കും, 1/2 ആയിരിക്കും അല്ലേ. പിന്നെ ഇത് മൂന്നിനും ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 1/3 1/3 1/3. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഇത് ഫ്രെയിം ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിട്ടില്ലേ, വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻ ബൈ ടോസിങ് ഫസ്റ്റ് കോയിൻ അല്ലേ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. സോ എന്താണ് നമുക്ക് അന്നേരം ഇത് 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻ ബൈ 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻഡ് അല്ലേ. പ്രോബബിലിറ്റി ദാറ്റ് 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. അപ്പം നമുക്ക് ആദ്യത്തെ നമ്മളെ സ്റ്റെപ്പ് എന്താണ്, എ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തു. എന്താണ്, ഗെറ്റിംഗ് 4 ഹെഡ്സ് അല്ലേ, ഗെറ്റിംഗ് 4 ഹെഡ്സ്. ഇനി B1 എന്താണ്, ഗെറ്റിംഗ് ഇറ്റ് ഫ്രം കോയിൻ 1, B2 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ഇറ്റ് ഫ്രം കോയിൻ 2, B3 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് B3, സെലക്ടിങ് കോയിൻ B1, B2 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് കോയിൻ B2, B3 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് കോയിൻ B3 അല്ലേ. ഇങ്ങനെയല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ കോയിൻ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് B1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B2 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B3 ഈക്വൽ പ്രോബബിലിറ്റിയാണ്. എല്ലാ കോയിൻസും സെലക്ട് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, പ്രോബബിലിറ്റി ഓഫ് B1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B2 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B3 ഈക്വൽ ടു 1/3 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 4 ഹെഡ് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് കോയിൻ എന്താണ്, എങ്ങനെ ടോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 1 കിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് 1 × 1 × 1 × 1 വിച്ച് ആഡ്സ് 1. ഫസ്റ്റ് തവണ ടോസ് ചെയ്തു, സെക്കൻഡ് തവണ ടോസ് ചെയ്തു, തേർഡ് തവണ ടോസ് ചെയ്തു, ഫോർത്ത് ടോസ് ചെയ്തു. ഗെറ്റിംഗ് 4 ഹെഡ്സ് ഫ്രം കോയിൻ 1 അല്ലെങ്കിൽ കോയിൻ B1 അല്ലേ. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. B1 B2 B3 എന്ന് എഴുതിപ്പോയി, 1 2 3 എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B2 എന്താണ്, ഗെറ്റിംഗ് 4 ഹെഡ്സ്. ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞു 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 × 1/2 × 1/2 × 1/2 എന്ത് കിട്ടി, 4 4 4 16, 1/16 എന്ന് കിട്ടി. അങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B3 എന്താണ്, അതേപോലെ തന്നെ 1/2 × 1/2 × 1/2 × 1/2 ഇറ്റ് ഈസ് 1/16 അല്ലേ. 1/16 കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ, പ്രോബബിലിറ്റി ദാറ്റ് എന്താ ചോദിച്ചേ, 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻ ബൈ ടോസിങ് ഫസ്റ്റ് കോയിൻ. പ്രോബബിലിറ്റി ദാറ്റ് 4 ഹെഡ്സ് ആർ ഒബ്റ്റെയിൻഡ് by tossing coin 1. So we toss coin 1 given that 4 heads are obtained. Okay, given that 4 heads are obtained. ഇത് നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം ഇനി. സോ പ്രോബബിലിറ്റി ഓഫ് എന്താണ്, BI given A by base base theorem probability of BI given A is probability of BI into probability of A given BI divided by summation probability of BI into probability of A given BI. ഇങ്ങനെ വരിക അല്ലേ ബേസ് തിയറം പറയുന്നു.
സോ പ്രോബിലിറ്റി ഓഫ് B1 given A equal to probability of B1 into probability of A given B1 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus probability of B3 into probability of A given B3. ഇപ്പം ഇതെന്ത് നമുക്ക് കിട്ടി? പ്രോബിലിറ്റി ഓഫ് B1 1/3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given B1 എന്താണ്? 1 അല്ലേ? അടുത്തത് 1/3 ഇൻറ്റു 1 പ്ലസ് 1/3 ഇൻറ്റു 1/16 പ്ലസ് 1/3 ഇൻറ്റു 1/16 അല്ലേ? ഇപ്പോൾ ഡിവൈഡ് ബൈ എന്ത് വരും? 1 ഇൻറ്റു 1 പ്ലസ് 1/16 പ്ലസ് 1/16 അല്ലേ? ഇതെന്ത് വരും? 1/1 പ്ലസ് 2/16 എന്ന് പറഞ്ഞാൽ 1/8 അല്ലേ? അങ്ങനത്തെ അല്ലേ വരിക? ഇതന്നേരം എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/8 വന്നു അല്ലേ? ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 1/9/8 ഈക്വൽ ടു 8/9 പ്രോബിലിറ്റി. ഇങ്ങനെയാണ് നമ്മൾ ബേസ് തിയറത്തിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുക. ഇനി ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ബേസ് തിയറത്തിൻ്റെ ഉണ്ട്. ബേസ് തിയറത്തിൻ്റെ ചോദ്യം ചെയ്യാൻ നിന്നാൽ തന്നെ 2-3 ദിവസങ്ങളിൽ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ ഇപ്പം 4 ചോദ്യങ്ങൾ ചെയ്തു. ഒരു ചോദ്യം നേരാവണ്ണം പഠിച്ചാൽ തന്നെ മറ്റു ചോദ്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഇതൊക്കെ നിങ്ങളെന്തായാലും ഒറ്റക്ക് ചെയ്ത് പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ടാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസ് തിയറം നമ്മൾ തൽക്കാലം നിർത്താം. ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു എവരിവൺ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.